മകേര നക്ഷത്രമാണ്. മകേരം നല്ല മനസ്സുണ്ട്, പക്ഷെ ചില നേരങ്ങളിൽ ഇത്രയും മോശപ്പെട്ട നാവായിക്കുന്ന നേരത്ത് പൂജാരി അവിടെ നാവായിക്കുകയാണ്. ഒരു എലി, ഞാനുണ്ട്, ടീച്ചറുണ്ട്, ഈ അമ്മയുണ്ട്, ഒരു എലി വന്നിങ്ങനെ തൊഴുതുകൊണ്ട് നിന്നു. നമസ്കാരം. വീടിൻ്റെ വിഷയങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഒരമ്മ ഒരു വീട് വാങ്ങിച്ചു, മക്കളെല്ലാം വിദേശത്ത്, ഇഷ്ടം പോലെ പണം, ഒന്നിനും ഒരു കുറവില്ല, എല്ലാം കൂടുതലാണ്. സമ്പൽ സമൃദ്ധമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ചേച്ചി എനിക്കിത്തിരി ബുദ്ധിമുട്ട്, മകളെ കെട്ടിച്ചയച്ചെടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട്, മരുമകൻ ബിസിനസ്സിൽ തകർന്നു, അതുകൊണ്ട് എൻ്റെ വീട് ഒന്ന് എടുത്തുകൊണ്ട് കുറച്ച് പണം തരണം. അപ്പോൾ അയ്യോ, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, മക്കളൊക്കെ വിദേശത്തല്ലേ, ഇനി അവരോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എത്രയുണ്ട് ഭൂമി, ഇത് ഇത്ര ഭൂമിയുണ്ട്, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുള്ളൂ. അവർ നിത്യം അവിടെ വരവായി. ഈ അമ്മ മക്കളെ വിളിച്ച് ആ വീടിൻ്റെ കാര്യം അന്വേഷിക്കുന്നു. മക്കളെല്ലാം കൂടെ ഒരു കെട്ടാണ്, എല്ലാം ഒരുമിച്ച് ചേട്ടനനിയന്മാരെല്ലാം കൂടെ ഒരുമിച്ചൊരു തീരുമാനമാണ്. ഇളയൊരു സഹോദരിയുണ്ട്. ശരി, നമുക്കെല്ലാം കൂടെ ആ വീട് മേടിക്കാം, എപ്പോഴെങ്കിലും, എല്ലാം വിദേശത്താണ്, നാട്ടിൽ വരുമ്പോൾ ഒന്ന് താമസിക്കാമല്ലോ എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു. അതെന്ന് അമ്മ എങ്ങനെയുണ്ട് വീട്, അമ്മ മൊബൈലിൽ വീടൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു. അവരുമായിട്ട് സംസാരിച്ചു. അവർ വില കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയില്ല. അവർ ആ പണം അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ആ വീട് അമ്മയുടെ പേരിൽ എഴുതി മേടിച്ചു. നല്ല ഊർജ്ജസ്വലതയോടുകൂടി നടന്നുകൊണ്ടിരുന്ന അമ്മ, ഒരു കുഴപ്പമില്ല നടന്നുകൊണ്ടിരുന്ന അമ്മ, ഈ വീട് മേടിച്ചതിൻ്റെ 90-ാം പക്കം അടുക്കളയിൽ നിന്ന് കൈ കഴുകി തിരിഞ്ഞപ്പോൾ പുറകിലെന്തോ വന്ന് അടിച്ച പോലെ തോന്നി. ഞെട്ടിത്തിരിഞ്ഞു. പുറകിൽ ആരോ വന്ന് അടിച്ച പോലെ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ ഒന്നുമില്ല. നോക്കുമ്പോൾ ഒരു വലിയ പെരിച്ചാഴി, ഒരു എലി തറയിൽ വീണിട്ട് അമ്മയുടെ ഒന്ന് മലർന്ന് ഉരുണ്ട് അങ്ങനെ പോയത് കണ്ടുള്ളൂ എന്ന് മാത്രമേ അമ്മ പറഞ്ഞുള്ളൂ. അതിനുശേഷം അമ്മ കാണുന്ന സ്വപ്നം വീട് മുഴുവൻ എലികളാണ്. ഞാൻ പറഞ്ഞു, അതെ, അമ്മ മാടിച്ച ആ വീടും ഈ വീടും തമ്മിൽ എന്തിനാണ് ബന്ധം? അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോഴാണ് വേണ്ട സ്വാമി, അവരെന്നെ മക്കളെല്ലാം വിളിച്ചു. ഇങ്ങനെ വീടിൻ്റെ സ്വാമി ഇങ്ങനെ വീടുകളെക്കുറിച്ച് പറയുന്നുള്ളല്ലോ, ഇങ്ങനെ കേട്ടു. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, പുറത്തൊരു പെരിച്ചാഴി, ഒരു എലി വന്ന് പുറത്ത് വീണു. അത് കഴിഞ്ഞ് അത് ഉരുണ്ട് നിലത്ത് എഴുന്നേറ്റ് പോയി. അതിനുശേഷം അമ്മ സ്വപ്നം കാണുന്ന എലികൾ ആണ്. ഞാൻ ഏത് വീട്ടിലാണ് എലി? അത് ആ മേടിച്ച വീട് മുഴുവൻ എലിയാണ്. ശരി, എന്ത് ചെയ്യണം? നേരെ എന്നെ വിളിച്ചു. എന്നെ വിളിക്കുന്നതിന് മുമ്പ് അമ്മ എന്നെ വിളിച്ചു. ഇങ്ങനെ മക്കൾ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, സ്വാമി ഞാനിങ്ങനെ ഈ DNA ഒന്നും കാണാറില്ല, ഇതെവിടെയാണ് വീട്? വീടിൻ്റെ സ്ഥലം പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി. എലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഭയങ്കര സീരിയസ്, വളരെ രൂക്ഷമായി ചിന്തിക്കേണ്ട ഒന്നാണ്. എലികളെ നമ്മൾ പണ്ട് കാലത്ത് കൂട് വെച്ച് പിടിപ്പിക്കും, കൊണ്ടുപോയി കൊല്ലും, അല്ലേ? കൊന്നുകളയും, വെള്ളത്തിൽ മുക്കി കൊല്ലും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി കൊല്ലും. എലി ഗണപതിയുടെ വാഹനമാണ്, അതവിടെ നിൽക്കട്ടെ. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ടു, ശ്രദ്ധിച്ചു. അവിടെ അവരെ വിളിച്ചു, സ്വാമി ഒന്ന് അവിടം വരെ പോയി നോക്കാൻ പറ്റുമോ സ്വാമി? ഞാൻ അയ്യോ, അങ്ങനെ ഒരിടത്തും യാത്രയൊന്നുമില്ല. അല്ല സ്വാമി, അത് വണ്ടി പിടിച്ച് പോയാൽ മതി. ഞാനപ്പോൾ ടീച്ചറെ കൂടെ വിളിച്ചു, എന്നാൽ ടീച്ചറൂടെ വാ, നമുക്കെന്ന് അവിടെ പോയിട്ട് നോക്കി വരാം, എലിയുടെ പ്രശ്നമുള്ള ഒരു വീടാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ ടീച്ചറെ, സ്വാമിയെ ഒന്ന് കാണണേ, സ്വാമി ഒന്ന് ഇവിടെ വന്ന് എന്നെ ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറെയും കൂടെ വിളിച്ചുകൊണ്ട് ഈ അമ്മയുടെ അടുത്ത് പോയി. നല്ലൊരമ്മ, മക്കളെല്ലാം നല്ല സ്ഥിതിയിൽ ജീവിക്കുന്ന, യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഭസ്മക്കുറിയൊക്കെ ഇട്ട് വെള്ളയൊക്കെ എടുത്തൊരു ഉത്തമമായ അമ്മ. ഉത്തമമായ കവിയൂർപ്പന്നമ്മ എന്ന് പറഞ്ഞ പണ്ടൊരു സിനിമയിലൊക്കെ അഭിനയിക്കുന്നൊരമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഉത്തമമായ ഒരമ്മ. ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഭർത്താവ് മരിച്ചു, മക്കളെ വളർത്തി, ഹോട്ടൽ ബിസിനസ്സായിരുന്നു. പിന്നെ അമ്മ തന്നെയാണ് നല്ല പാചകം കൊടുത്തു, പിള്ളേരെയൊക്കെ നല്ല പൊസിഷനാക്കിയതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു, അമ്മേ ഈ എലി വന്ന് വീണത് എവിടെയാണ്? അത് മുതുകത്താണ് മോനെ വീണത് സ്വാമി, വീണത്. പിന്നെ അമ്മ ഉറങ്ങുമ്പം ഞാൻ കണ്ണടയ്ക്കുമ്പം എലികളിങ്ങനെ വിളിച്ചുകൊണ്ട് പരന്നോടുകയാണ് വീടിനകത്ത്. അപ്പോൾ ഞാൻ ഈ വീട് എവിടെയാണ്? ഇന്ന സ്ഥലം. ശരി, ഡ്രൈവറെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അമ്മയും കൂടെ വരൂ. ഞാൻ പറഞ്ഞു അമ്മയും കൂടെ വരൂ എന്ന് പറഞ്ഞ് അമ്മയും കൂടെ കയറ്റി ഞാനും ടീച്ചറും അമ്മയും കൂടെ സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്തെത്തിയിട്ട് വീട് തിരിഞ്ഞു. ഞാൻ ചോദിച്ചു, മറ്റേ സ്ത്രീ എന്തായി? അവർ പൈസയും കൊണ്ട് അങ്ങ് ബാംഗ്ലൂർ മകളുടെ അടുത്തോട്ട് പോയി. അവരിപ്പോൾ അവിടെയാണ്. ഇപ്പോൾ വിളിക്കാറുണ്ടോ? ഇപ്പോൾ വിളിക്കാറില്ല. ബന്ധം തീർന്നു. ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ ചേച്ചി, അമ്മേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ ഒരു ഫോൺ വെച്ചത് തന്നെ.
പൈസ മുഴുവൻ മരുമോളുകൂടെ വന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോയി. എല്ലാം അതിന് വേണ്ടപ്പെട്ട ആൾക്കാരും ആധാരം എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനു പറയണം, ഒരു ഗേറ്റ് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഗേറ്റ് തുറക്കണ ഒരാൾ, നമ്മൾ പഴയ പ്രേതാലയം സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഞാനും ടീച്ചറാണെങ്കിൽ വലിയ കമ്മ്യൂണിസമൊക്കെ പറയും, ഭയങ്കര പേടിയാണ്. സാമിച്ച ഇത് എന്തൊരു വീട്, ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കും, ഞാൻ നോക്കട്ടെ, എനിക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു വടിയുണ്ട്, ഞാൻ ഒരുപാടത്ത് നടന്ന വടി, ഞാനിത് ആ വടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വടി ടീച്ചറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് വീണ് പോയാൽ വീഴാതിരിക്കാൻ താങ്ങി നടക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഒരു സിംഹത്തിൻ്റെ തലയേക്കുള്ളൊരു വടിയാണ്. ഈ വടിയിലൊരു പവറുണ്ട്. എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം കുറച്ച് ദിവസം താമസിച്ച ഷാജു എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ട്. അവനിപ്പം തിരുവനന്തപുരത്ത് സ്റ്റേഷൻ മാസ്റ്ററാണ്. ഞാനവിടെ ഇല്ലാത്ത ദിവസം ഈ വടി അതിൻ്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ ശക്തിയെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു 8-10 വർഷം ടീച്ചറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ വടി ഊന്നിയാണ് ഞാൻ നരസിംഹമൂർത്തിയുടെ കർണൂൽ എന്ന് പറഞ്ഞ സ്ഥലം, ഉത്ഭവിച്ച സ്ഥലം, ആ നരസിംഹം പൊട്ടിപ്പിളർന്ന് വന്ന ആ സ്തൂപം നിലനിൽക്കുന്നിടത്തൊക്കെ ആ വടി കുത്തിയാണ് നടക്കുന്നത്. എൻ്റെ പഴയ ഫോട്ടോകളിലൊക്കെ കാണാം. ഞാൻ ആ വടി കുത്തിയാണ് എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ ഈ വടിക്ക് ഞാൻ ജപിച്ച് എവിടെയെങ്കിലും പോയി കിടന്നാൽ, ഹിമാലയത്തിലൊക്കെ പോകുമ്പം ഞാൻ കിടക്കുമ്പോൾ ഈ വടി ഞാൻ നെഞ്ചത്തിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങും. വാരണാസിയിൽ പോയപ്പോഴും എവിടെ പോകുമ്പോഴും ഞാൻ ഈ വടിയില്ലാതെ ഒരു സ്ഥലത്തും പോകില്ല. വടി എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് മാറി, ഇല്ലെങ്കിൽ എൻ്റെ ഒരു ശക്തിയായിട്ട് മാറി. അപ്പോൾ ആ വടിക്കൊരു എനിക്ക് എപ്പോഴും തോന്നും, ഈ വടി എവിടെ നിന്നാൽ എന്നെ വിട്ട് പിരിയത്തെ ഇല്ലാത്തൊരു വടി. ടീച്ചറെ കല്യാണം കഴിച്ചപ്പോൾ വടി ടീച്ചറായല്ലോ. ഞാൻ ടീച്ചറിൻ്റെ കൈയും പിടിച്ചാണ് എല്ലായിടത്തും നടക്കുന്നത്. എനിക്കൊരു താങ്ങ് വേണമല്ലോ. എനിക്ക് 63 വയസ്സും ടീച്ചറിന് 55 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഒരു വടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാനിത് അതിൻ്റെ മൂലയെ കൊണ്ട് വെച്ചേക്കായിരുന്നു. ആരും അത് അത്ര വലിയ ശ്രദ്ധിക്കാനും പോയില്ല. ഈ ഷാജു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ പാട്ടുകാരൻ വെറുതെ ആ വടിയെടുത്ത് ഇങ്ങനെ കറക്കി, ഞാനില്ലാത്തപ്പോൾ അതിങ്ങനെ കറങ്ങി. ഞാൻ ഓരോ ഉദാഹരണങ്ങൾ പറയുന്നതാണ്. ഈ വടിയെടുത്ത് ഇങ്ങനെ കറങ്ങിയതും ഈ വടി കയ്യിൽ നിന്ന് വഴുതി അങ്ങ് പോയി മുകളിലേക്ക്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂ, ഞാൻ കണ്ടില്ല. ടീച്ചർ അങ്ങനെ സത്യം മാത്രം പറയുന്ന ആളാണ്. ആ വടി ഇങ്ങനെ കറങ്ങി മോളിൽ നിന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ പ്രതലത്തിൽ ഷെയ്ഡിൽ നിന്നിട്ട് വടി ഇങ്ങനെ കറങ്ങിയിട്ട് നേരെ വന്നിങ്ങനെ തറയിൽ നിന്നിട്ട് അത് തറയിൽ വീഴും. ഞാനിപ്പോൾ അതെടുത്ത് എൻ്റെ ചുവരിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്നലെ പിന്നെ നമ്മുടെ ദുബായിൽ അബുദാബിയിലെ ദീപ വന്നപ്പോൾ പറഞ്ഞു, ദീപ ഒരു ഡയമണ്ട് മോഡ് അഭിലാഷ് ബാലകൃഷ്ണൻ്റെ നിന്ന് മേടിച്ചു. അപ്പോൾ അത് മേടിക്കാനായിട്ട് അവിടെ വന്നപ്പോൾ എൻ്റെ സ്വാമി ഈ വടിയല്ലേ സ്വാമി പറഞ്ഞത്, ഞാൻ അടുത്ത ഈ സബ്ജക്റ്റ് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വെറുതെ കൊണ്ട് നടക്കുന്ന വടിക്ക് പോലും ദൈവികമായ ഒരു അനുഗ്രഹം, അത് ഏത് വടിക്ക് ഏതിനും ഉണ്ടാവും, ശക്തി ഉണ്ടാവും. ശക്തി ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ ഈ വടിയും കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കാരണം എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബലമാണ് ഈ വടി. ആ വടിക്കത് എന്തോ ഒരു ശക്തിയുണ്ട്. അത് എൻ്റെ കാലം കഴിഞ്ഞ് ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാലയും ഒരു വടിയും ഒക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ, വേറെ ഒന്നുമില്ല. കുറേ പുസ്തകങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ 2 തൂണും ഒരു പഴയ തറവാടും. ഈ വീട് ഞാൻ ചോദിച്ചു, ഈ വീട് വിറ്റത്, ഈ വീടിന് ഒരു ചരിത്രം ഉള്ളത് അമ്മയ്ക്ക് അറിയാമോ? ഇല്ല മക്കളെ, സ്വാമി ഞാൻ അങ്ങ് മേടിച്ചു. എനിക്ക് അവിടെ ഇവിടെ വന്ന് ഞാനൊന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയ ഒരു വീടല്ലേ, അവിടെ ഒരു ജോലിക്കാരൻ നിൽപ്പുണ്ട്. ഞാൻ ഇളഞ്ഞ് വിളിച്ച്, ഞാൻ ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. ഇയാൾ വന്നു. ഞാൻ ഇവിടെ എലിയുണ്ടാവും. എൻ്റെ സാറേ ഒന്നും പറയണ്ട, എത്ര എണ്ണത്തിന് ഞാൻ വിഷം കൊടുത്ത് കൊന്നു. 10 എണ്ണത്തിന് കൊന്നാൽ 20 എണ്ണം വരും. ഞാൻ എവിടെ നിന്ന് വേണം അതെനിക്കറിയാൻ വയ്യ. ഈ എലി കൊണ്ട് ഇവിടുത്തെ നാശം സംഭവിച്ചാണ് ഇവർ വീട് വിറ്റിട്ട് പോയത്. അതെങ്ങനെയാണ് സാറേ? ഒന്നും പറയണ്ട, ഈ വീടിൻ്റെ സാറിങ്ങോട്ട് വരണം. ഇവിടെ ഒരു ഗണപതി ഉണ്ടായിരുന്നു. എവിടെ? വീടിൻ്റെ തെക്ക് ഭാഗത്ത്. ഒന്ന് ആലോചിക്കൂ, ഒരു ഒറ്റ കല്ലിൽ ഒരു ഗണപതിയെ ഉണ്ടായിരുന്നു. ഞാൻ എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു സാറേ? അത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതലേ ആ ഗണപതിയെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഇത് നല്ല പഴക്കമുള്ള വീട്, 100 വർഷം. നമ്മുടെ ഓരോരുത്തരും ഓരോ വീട് പോയി മേടിക്കുമ്പം നമ്മൾ ആ സമയം ദോഷമാകുമ്പം നമ്മുടെ കൈപ്പത്തി വരെ പാമ്പാവും എന്നാണ് ഇല്ലേ? കൈപ്പത്തി വരെ ഇങ്ങനെ പാമ്പായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. അപ്പോൾ ഇത് ചോദിച്ചു. ഞാൻ എത്ര വർഷം പോയി, ഈ ഗണപതി എവിടെ പോയി? സാറേ ഒന്നും പറയണ്ട സാറേ. എനിക്ക് എന്ത് പറയണ്ട? ഈ ഗണപതിയെ ഇവിടുന്ന് ഈ വീട് വിൽക്കാനോ ഈ ഗണപതി പൂജിക്കേണ്ടെന്ന് ഈ മരുമോൻ പറഞ്ഞു. ഏത്? ഈ കടം കൊണ്ട് കൂടി ഞാൻ പിന്നെ പൂജാരിയോട് വിളക്കൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് ആരെങ്കിലും പിടിതുകൊണ്ട് പോട്ടെന്ന് പറഞ്ഞ്. ആരും പിടിതുകൊണ്ട് പോകാൻ തയ്യാറായില്ല. അവസാനം ഇവിടുത്തെ ഒരു മാന്ത്രിക കുടുംബത്തിലെ പ്രശസ്തനായ ഒരു മാന്ത്രികൻ ഇങ്ങോട്ട് വന്ന് അതിനെ ആവാഹിച്ച്, ഞാൻ പറയുമല്ലോ ആവാഹനത്തിനെ കുറിച്ച് ഇവിടുത്തെ, അതിനെ അങ്ങോട്ട് ആവാഹിച്ച് അതിനൊരു പ്രശ്നമില്ല, ഇതിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഒഴുക്കി കളയാൻ പറഞ്ഞു.
ഇതിനെ ആവാഹിക്കുന്ന നേരത്ത് പൂജാരി അവിടെ നിന്ന് ആവാഹിക്കുകയാണ്. ഒരു എലി, ഇന്ന് ആലോചിക്കണം, ഇയാൾ പറയുകയാണ് ഞാനുണ്ട്, ടീച്ചറുണ്ട്, ഈ അമ്മയുണ്ട്. ഒരു എലി വന്നിങ്ങനെ തൊഴുതുകൊണ്ട് നിന്നെന്ന്. ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പൊന്നു സ്വാമി, ഞാൻ ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ ആ തിരുമേനി ഇവിടെ ഇരുന്ന് ആവാഹിക്കുമ്പം ഇത് പിടിതെടുക്കാൻ പോണതിന് മുമ്പ്, മാറ്റാൻ പോണതിന് മുമ്പ് ഒരു എലി ഓടി വന്നു. ഒരു എലി പറഞ്ഞു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുവാണ്. ഈ പൂജ നടക്കുമ്പോൾ, ഹോമം നടക്കുമ്പോൾ, ഈ ആവാഹനം നടക്കുമ്പോൾ വന്ന് ഇങ്ങനെ നിന്ന് തൊഴുതെന്ന്. അതിനെ ഓടിച്ചു കളഞ്ഞു. കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ ഗണപതിയെ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു സ്വാമി എടുത്തു കൊടുക്കാൻ. ആ തിരുമേനി പറഞ്ഞു ഞാൻ തൊടാൻ പോയില്ല സാറേ. കാരണം ഇവിടെ ഈ ഗണപതി എത്രയോ കാലമായിട്ടിരുന്ന് വിളക്ക് വെച്ച്, എൻ്റെ അപ്പൂപ്പന്മാരുമാർ വിളക്ക് വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഞാൻ ആ ഗണപതിയെ തൊടാൻ പോയില്ല. ഇപ്പം എന്താണ് വിഷയം? അമ്മ പറഞ്ഞു എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. നമ്മളൊരു വീട് മേടിക്കുമ്പം പഴയ വീടാണോ, ആ പഴയ വീടിന് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കാതെയും നമ്മൾ ചിന്തിക്കാതെയും ഒക്കെ ചെയ്താൽ, ഇപ്പോൾ കണ്ടില്ലേ, എന്നിട്ട് ഇപ്പോൾ അവസ്ഥ എന്താണ്? മൂത്ത ഒരു പ്രശ്നവും ഇല്ലായിരുന്ന മകന് വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, ബിസിനസ് മുഴുവൻ തടസ്സങ്ങളായി. ബിസിനസ് മുഴുവൻ തകർത്ത്, ഡോക്ടറാണ്, അയാളുടെ ആശുപത്രി മുഴുവൻ ബന്ധനത്തിലായി. ആ 4 മക്കൾക്കും പ്രശ്നമായി. ഇളയ പെൺകുട്ടിക്ക് വീഴ്ച പറ്റി കാല് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം. ഇതൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ താഴെ വന്നിട്ട് പിന്നെ ഇതുകൊണ്ടാണോ, ഒരു ഗണപതി എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണോ സ്വാമി ഇതൊക്കെ സംഭവിക്കുന്നത്? സ്വാമിക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങളത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഇത്തിരി അന്ധവിശ്വാസമാണ് നിങ്ങൾ പറഞ്ഞാലും എൻ്റെ മുമ്പിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ വെച്ച് ഞാനിതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാം ഒരു സത്യമുണ്ട്. ഇതൊരു സത്യമുണ്ടെന്നുള്ളത് ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ഇതെടുത്ത് കളയാം. ഞാൻ പറഞ്ഞു അമ്മ ഇത് അപ്പോൾ ഇപ്പോഴുള്ള വിഷയം എന്താണ്? ആ പഴയ വീട്ടുകാർ ഇവരെ പിന്നെ ഫോൺ എടുക്കാത്ത മറ്റവരുണ്ടല്ലോ, ഈ ചേച്ചി ഇന്ന് വിളിച്ച് അമ്മ എന്നൊക്കെ വിളിച്ച് ഇത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നവർ, അവർ ബോംബെയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന്, ഒരു കമ്പനിക്കാർ വന്ന് ഈ എലിയെ നശിപ്പിക്കാൻ നോക്കി. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാൾ ഇവിടെ കിടന്നിട്ടാണ് ചെയ്തത്. അയാളെ ഇവിടെ ഇതിനകത്തിട്ട് എലി കടിച്ചു. അവർ അപ്പം തന്നെ പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയി. ഇതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന് നമ്മൾ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഇത് ഈ വിറ്റ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ സഹോദരൻ്റെ സ്വത്താണ്. ആ സ്വത്ത് അദ്ദേഹത്തിന് കുറച്ച് വൈകല്യം, കല്യാണം കഴിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയതാണ്. കുറച്ച് ആത്മീയത കൂടുതലായതുകൊണ്ട് തന്നെ ഈ സ്ത്രീയും മക്കളൂടെ അയാളെ സ്വാധീനിച്ച്, എന്നാൽ അയാളാണ് അവിടെ മുഴുവൻ ഈ ഗണപതിയെല്ലാം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. അയാൾ ഒരു ദിവസം മരിച്ചു കിടന്നു എന്നാണ് പറയുന്നത്. കൊന്നതാണോ അല്ലെങ്കിൽ മരണപ്പെട്ടതാണോ, ദൈവം വിളിച്ചു പോയതാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ദിവസം അദ്ദേഹം മരിച്ചു കിടന്നു. ഒരാളും അറിയാതെ ഇദ്ദേഹത്തിൻ്റെ ബോഡി എടുത്തുകൊണ്ട്, അപ്പോൾ അദ്ദേഹം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവശരീരം എങ്ങനെ ദഹിപ്പിക്കണം എന്ന് എഴുതി വെച്ചിരുന്നു. എങ്ങനെ? ചിന്മയാനന്ദ സ്വാമി ഹിമാലയ നദിയിൽ തൻ്റെ ശരീരം മുഴുവൻ തുണികൾ കൊണ്ട് പൊതിഞ്ഞ് മത്സ്യത്തിന്, അതായത് ചിന്മയാനന്ദ സ്വാമിയുടെ ഭക്തനായിരുന്നു അത്രേ, മത്സ്യത്തിന് ഭക്ഷണമായതുപോലെ തൻ്റെ തുണികൾ വരിഞ്ഞു കെട്ടി ഗംഗയിൽ ഒഴുക്കണം, അവിടുത്തെ പരൽ മീനുകൾക്ക്, അവിടുത്തെ മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുന്ന ഗംഗയിലെ മീനുകൾക്ക് കൊടുക്കണം എന്ന് അദ്ദേഹം എഴുതി വയ്ക്കുകയും അതിനുള്ള തുകയും വെച്ചിരുന്നു. പക്ഷേ ഈ സ്ത്രീയും മക്കളും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ശവം അവിടെ തെക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് യാതൊരു കർമ്മങ്ങളും ചെയ്യാതെ, നാട്ടുകാരെയൊന്നും കൂടുതൽ അറിയിക്കാതെ അതിനെ അടക്കം ചെയ്തു. അദ്ദേഹം വിളക്ക് വെച്ച് പൂജിച്ചിരുന്ന, അദ്ദേഹമാണ് അവസാനമായിട്ട് ആളുണ്ടായിരുന്നത്, ആ വിളക്ക് വെച്ച് പൂജിച്ചു കൊണ്ടിരുന്ന ആ ഗണപതിയെ എടുത്ത് ആവാഹിച്ചു കൊണ്ടുപോയി. മറ്റവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഇവർക്കറിയാൻ വയ്യ. മറ്റൊരു സ്ഥിതി അതിദയനീയമായിരിക്കും. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മേടിച്ചതാണോ? എന്ത് ചെയ്യും സ്വാമി? ഞാൻ എന്ത് ഉത്തരം പറയാനാണ്? ഞാൻ ഞെട്ടിപ്പോയാൽ തൊടാൻ പറ്റില്ല. ഇനി പുതിയൊരു ഗണപതിയെ കൊണ്ടുവയ്ക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞു ആ മറ്റേ ഗണപതി എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഗണപതി എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ പറ്റുമോ നോക്കി. ഞാനിതിൽ തൊടൂല. ഇനി നിങ്ങൾ എന്താ ഇവിടുത്തെ ഈ വലിയ മഹാന്മാരി ആവാഹിച്ചു കൊണ്ട് അവിടെ അമ്പലത്തിൽ വെച്ചു, അവിടെ വെച്ചു, ഒന്ന് വിളക്ക് കത്തിക്കാൻ വയ്യ, പോയി സിനിമാ തിയേറ്ററിൽ ഇരിക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ,
അല്ലേ? ഒരു സിനിമ കാണാനും മൊബൈൽ ഇങ്ങനെ നോക്കിയിരുന്ന് കുത്തിയിരുന്ന് പണ്ടവിൻ്റെ നൊനയും പരദൂഷണവും ഒക്കെ കേൾക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഒരു വിളക്ക് വയ്ക്കാൻ 5 മിനിറ്റ് വരെ, അതായത് കാവുകാരോട് കാവുണ്ടായിരുന്നു, അവിടെ ഒന്ന് വിളക്ക് വയ്ക്കാൻ ആർക്കും നേരമില്ല. ഇപ്പോൾ ബസ്സിലാണെങ്കിൽ ടിക്കറ്റും കൊടുക്കണ്ട, നേരെ ബസ് കയറി യാത്ര ചെയ്ത് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നിറങ്ങാം. ഒരു വിളക്ക് വയ്ക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അമ്മ ഇത് പരിഹാരമൊന്നുമില്ല. അവിടെ നിന്ന് മോനെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് ഉത്തമമായ ഒരു ഗണപതിയെ, നിങ്ങൾ വേണമെങ്കിൽ സൂര്യകാലി തിരുമേനിയെ പോയി കാണുക. സൂര്യമാലി തിരുമേനിയെ പോയി കണ്ടിട്ട് അദ്ദേഹത്തെ അടുത്തിട്ട് പരിഹാരം എന്താണെന്ന് നോക്കുക. പരിഹാരം എന്ന് പറഞ്ഞാൽ പകരം ഒരു ഗണപതിയെ ഇവിടെ സൃഷ്ടിച്ചാൽ ആ മറ്റേ ഗണപതിയുടെ ശക്തി കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. അവിടെയാണ് ഗണപതിയിൽ എനിക്കിത്തിരി വിശ്വാസമുള്ള. മള്ളിയൂരൊക്കെ ഉണ്ടെങ്കിലും സൂര്യാളി ഗണപതിയെ പോയി, സൂര്യ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാണ്ടെന്ന് പോയി കണ്ടിട്ട് ഇതാണ് അവസ്ഥ, ഇതാണ് സ്ഥിതി എന്നൊന്ന് പറഞ്ഞു നോക്കുക. ഇല്ലെങ്കിൽ സർവനാശം സംഭവിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം സഹോദരന് അവകാശപ്പെട്ട വസ്തു, മറ്റൊരാൾക്ക് അവകാശപ്പെട്ട വസ്തു, അയാൾ ദുർമരണം സംഭവിച്ചതോ ദുർമരണപ്പെട്ടതോ ദുർമരണപ്പെടുത്തിയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. അങ്ങനെ പെട്ട വസ്തു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ കയ്യിലിരുന്ന വസ്തു പിടിച്ചടക്കിയത് ഏത്? ഈ സഹോദരി, അല്ലെങ്കിൽ സഹോദരി തുല്യമായ സ്ത്രീ. അങ്ങനെയുള്ള ചില ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, വേറൊരുത്തൻ്റെ വസ്തു മുഴുവൻ അവൻ കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ സ്വത്തുക്കളാണെങ്കിൽ പോലും അത് നിയമപരമായിട്ട് ചിലപ്പം ഈ ഭാര്യയുടെ പേരിലായിരിക്കും. അപ്പോൾ അത് പിന്നെ കൊടുക്കൂല തിരിച്ച്. രണ്ടുപേർക്കും തുല്യ അവകാശമുള്ളതാണ്. പക്ഷേ വാശിയുടെ പേരിലോ വൈരാഗ്യത്തിലോ കൊടുക്കാതിരുന്നാൽ അവിടെ വിഘ്നങ്ങളെ ഈശ്വരമാക്കുന്ന വിനായകൻ്റെ സാന്നിധ്യം ഉണ്ടാകും. വിനായകൻ്റെ സാന്നിധ്യം ഉണ്ടായി എലികളെ കൊണ്ട് മൂടും, നശിപ്പിച്ചു കളയും. ഒരു കാര്യത്ത് മക്കളെ അനുഭവിക്കുകയില്ലാതെ വരും. മക്കളെ കൊണ്ട് അനുഭവയോ, ബന്ധങ്ങൾ വേർപെട്ടു പോവുക, മകൻ വിവാഹം കഴിക്കണമെങ്കിൽ ബന്ധങ്ങൾ വേർപെട്ടു പോവുക, വിവാഹം നടക്കാതെ വരിക, രോഗദുരിതങ്ങളാൽ വലയുക. ഗണപതിയെ നമ്മളെ ശക്തമായ, ഞാൻ ഉഗ്രപ്രത്യങ്കരയാണ് ഏറ്റവും വലിയ ശത്രു സംഹാര ദേവി. ഇതെൻ്റെ അറിവിലാണ്, നമ്മളെ ചെറിയ അറിവിലാണ്. ഞാൻ ക്ഷേത്രമുള്ള ആളാണ് ഉഗ്രപ്രത്യങ്കരയുടെ. ആ ഉഗ്രപ്രത്യങ്കര ദേവിയേക്കാൾ തത്തുല്യമായിട്ട്, ആളെന്ന് പറയുന്നില്ല, അതിന് തത്തുല്യമായി ഉഗ്രമൂർത്തിയ യുദ്ധഗണപതി. നിങ്ങൾ യുദ്ധഗണപതിയെ ജപിച്ചു നോക്കൂ. ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു ശത്രു അടുക്കത്തില്ല. യുദ്ധഗണപതി മന്ത്രമുണ്ട്, അതിൻ്റെ ശക്തിയുണ്ട്, തകർത്ത് കളയും. ഒരാൾക്കും തൊടാൻ പറ്റില്ല. ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരത്തിനും സ്വയം അതിനെതിരെ വയറൻ രണ്ടായിട്ട് പൊട്ടിപ്പോവും. നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്, എൻ്റെ മുമ്പിലുള്ള അറിവുകളാണ് ഞാൻ പറഞ്ഞത്. അതിന് ഗണപതിയെ തൊട്ടുള്ള കളി, സർവവിഘ്ന ഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രദാതാരം വന്ദേഹം ഗണനായകം ശ്രീ മഹാഗണപതി പ്രസന്നോ ഭവതു. നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ. നമ്മൾ ഒരു അമ്പലത്തിലും പോകണ്ട, നിങ്ങൾ ഇന്ന് ജപിക്കുമ്പോൾ സർപ്പമന്ത്രം, ഗണപതി മന്ത്രം, ഇതൊക്കെ മതി. വലിയ മന്ത്രങ്ങൾക്കിടെ ഇടയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. അമ്മ നിസ്സാരെ അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ, ടീച്ചറിതെല്ലാം കൂടെ കേട്ട് അന്തം വിട്ടു. സ്വാമി നമുക്ക് ഇനി ഗണപതി എന്ത്? ഞാൻ പറഞ്ഞു ഗണപതിയെ നമ്മൾ നിസ്സാരമായിട്ട് കാണുമല്ലേ, ചില കാർട്ടൂണിലൊക്കെ വരച്ച് വയ്ക്കുമല്ലോ ഗണപതിയായിട്ട്. ദുബായിലുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ എന്നെയും കൊണ്ട് അവിടെ പോയി. അദ്ദേഹത്തിൻ്റെ കോടികൾ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ. അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി വാക്ചോലമായി കോടികളുടെ കണക്ക് പറയുന്നു, കോടികളുടെ ബിസിനസ്സിൻ്റെ ചരിത്രം പറയുന്നു. നമ്മളിതെല്ലാം കേട്ടിങ്ങനെ ഇരുന്ന് കുറേ നേരം. എന്നിട്ട് ഞാൻ പറഞ്ഞു താങ്കൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇത് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ അറിയാവുന്നവർക്കെല്ലാം ഇത് അദ്ദേഹത്തിന് അറിയാം. ഞാൻ പറഞ്ഞു താങ്കളുടെ സർവനാശം സംഭവിച്ച് സകലതും ഈ ലോകത്തിലെ ഏറ്റവും മുകളിലിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നിലംപരിശായാലും കുഴപ്പമില്ല, പാതാളത്തിന് തത്തുല്യമായി അലഞ്ഞു നടക്കേണ്ട അവസ്ഥ വരും. അതെന്താ സ്വാമി അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മറ്റേതാണ്, ഞാൻ അതാണ്, ഇതാണ്, എനിക്ക് ഇട്ടുമൂടിയാലും തീരാത്ത സ്വത്തുണ്ട്. ഞാൻ നിങ്ങളുടെ അവസ്ഥയാണ് പറഞ്ഞത്. എനിക്ക് ഇട്ടുമൂടിയാലും തീരാത്ത സ്വത്തുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ദുബായിലെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കൊട്ടാരത്തിലെ 101ാമത്തെ നിലയോ 100ാമത്തെ നിലയോ. ഞാൻ പറഞ്ഞു കൈകൊണ്ട് തൊഴുതു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്കളുടെ വീട്ടിൽ വന്ന ഒരു ആഹാരം കഴിച്ചു പോയി. പിന്നെ താങ്കളുടെ മകളല്ലേ ഇത്, ഇവൾക്ക് വിവാഹയോഗം ഭയങ്കര ബന്ധനമാണ്, ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഒരു ദിവസം ഇടത്ത് വെച്ച് വിളിച്ചു, എൻ്റെ മകളുടെ വിവാഹമായി കേട്ടോ, ആർഭാടമായി വിവാഹം നടന്നു. ആ വിവാഹം 2ആയി പിരിഞ്ഞു. ഇതൊക്കെ ഞാൻ പിന്നീട് അറിയുന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ മഹത്വമല്ല, കർണേഷ് ഉപാസനയാണ്, തെറ്റില്ല. ഒരു പ്രഡിക്ഷൻ തെറ്റിയാൽ അവിടെ നിർത്തും, ഞാൻ അപ്പോൾ നിർത്തും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിവിടെ മറ്റേ ജ്യോതിഷ പണ്ഡിതൻ, അതിനപ്പുറത്തെ ജ്യോതിഷ പണ്ഡിതൻ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്യോതിഷ പണ്ഡിതൻ, പിന്നെ അദ്ദേഹം ചെയ്ത പൂജകൾ സ്വയം പുകഴ്ത്തിയും
പണത്തിൻ്റെ ആ ഗീർവാണമൊക്കെ കേട്ടു. ഞാൻ പറഞ്ഞു സുഹൃത്തെ, താങ്കൾ എന്നെ, ഞാൻ ഇവിടെ ദുബായിൽ വന്നതാണ്, എന്നെ വിളിച്ച് താങ്കളിപ്പോൾ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഇവിടുത്തെ ഫലം അനുസരിച്ച് ഫലം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അബദ്ധമാണെങ്കിൽ എന്നെ വിട്ടേക്ക്. താങ്കളുടെ ഗൃഹത്തിൽ ഒരു ഗണപതിയുണ്ട്, എൻ്റെ വീട്ടിൽ ഗണപതിയില്ല. ഞാൻ പറഞ്ഞു താങ്കളുടെ വീട്ടിൽ ഗണപതിയുണ്ട്. ആ ഗണപതിയുടെ കോപം, ആ ഗണപതിയുടെ കോപം, അതിൻ്റെ തലയ്ക്ക് മുകളിൽ മൺതരി വീഴുന്നുണ്ട്. അതെവിടെ? എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം ഞാൻ പറ്റൂ, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റത്തില്ലല്ലോ. ശരി, ഞാൻ സ്വാമിയെ വിളിക്കാം. അഹങ്കാരിയം, നമുക്ക് വെറുപ്പ് തോന്നുന്ന അഹങ്കാരം. അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രി കുടം പിടിക്കുമെന്ന് പറയുന്നില്ലേ, അതേ കഥ, അതേ അവസ്ഥ. എന്നെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഭയങ്കര വീട്. നമ്മളിത് ആടിയും മുടിയും ഒക്കെ വളർത്തി ഇങ്ങനെ ഭ്രാന്തനെ പോലെ പടിയും കുത്തി, ഇന്ന് ടീച്ചറില്ല, പടിയും കുത്തി നടക്കുകയില്ലേ. ഞാൻ ആ വീടിനകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ഗണപതിയുടെ സാന്നിധ്യമുണ്ട്. ഇവിടെ ഗണപതിയുടെ സാന്നിധ്യമുണ്ട്. പുള്ളി പറഞ്ഞു ഇവിടെ ഗണപതി ഇല്ലല്ലോ, ഒരു വിഗ്രഹം പോയി സ്വാമി നോക്കിക്കോളാൻ. നോക്കുമ്പോൾ അദ്ദേഹം കയറുന്ന സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചത് ഒരു ഗണപതി ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി പുള്ളി. ഇത് ഗണപതിയല്ലേ ഞാൻ ചോദിച്ചു. അവിടെ വന്ന ഒരു ശില്പി, പുള്ളി ഗണപതിയായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഇദ്ദേഹം അത് കണ്ടതുമില്ല. വെറും വെള്ള പാറക്കഷ്ണം ഇങ്ങനെ അടുക്കി വെച്ചു. അതൊരു തുമ്പിക്കൈയുള്ള ഒരു ഇങ്ങനെ ദപിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന ഒരു ഗണപതിയാണ്. ഈ മൺതരി വീണു. ഞാൻ പറഞ്ഞു സർവ്വതും നശിക്കും. റോഡിൽ ഇങ്ങനെ അലഞ്ഞു പോവും, എല്ലാം പോകുന്നു. അത് സ്വർണ്ണക്കടയുണ്ടെങ്കിലും ഏതുണ്ടെങ്കിലും ഭക്തി ഉണ്ടെങ്കിലും കുടുംബമുണ്ടെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിലും ഭ്രാന്തനെ പോലെ അലയണ ഒരവസ്ഥ വന്നു ചേർന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടില്ല, താല്പര്യമില്ല. പിന്നെ നമ്മളൊന്നും പറയാനും പോയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇതങ്ങനെ വേണമെങ്കിൽ സങ്കല്പിക്കാം, വേണമെങ്കിലല്ല, ഇതാണ്. അന്ന് അതെടുത്തു മാറ്റി. അതിനെ വായിക്കാനൊന്നും പറ്റൂല. എന്താ, ആ സ്റ്റെയർ കേസ് പൊളിക്കണം. ആ സ്റ്റെയർ കേസ് അവിടുന്ന് മാറ്റിയിട്ട് ഇതിനെ പൂജിക്കണം. അല്ലാതെ ആ ഗണപതി എടുത്ത് മാറ്റാൻ പറ്റില്ല. ഏത് വിഗ്രഹവും നമ്മൾ ഒരിടത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആവാഹിച്ച് മാറ്റുന്ന പരിപാടിയൊന്നും ഇല്ലാതെ മനുഷ്യനെ കൊണ്ട് പറ്റൂല. പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ശക്തി വന്ന, അമാനുഷിക ശക്തിയുള്ള ഏതെങ്കിലും മാന്ത്രികം വന്നാൽ നടക്കും, അല്ലാതെ നടക്കൂല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ എന്താണോ പറഞ്ഞത് സർവ്വതും നഷ്ടപ്പെട്ട്, ഞങ്ങളുടെ വിവാഹവും മുടങ്ങി, സർവനാശം സംഭവിച്ച്, ഭ്രാന്തനെ പോലെ ഭ്രാന്താവസ്ഥയിൽ എവിടേക്കോ ഇങ്ങനെ അലയുന്നതായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. അതാണ് ഞാൻ, മനുഷ്യൻ സ്വയം, ഞാനാണെല്ലാം, എനിക്കപ്പുറം ഈ ലോകത്തൊന്നുമില്ല, എനിക്ക് ഇഷ്ടമൂടാനുള്ള പണമുണ്ട്, ഞാൻ ഈ ബിൽഡിംഗ് മുഴുവൻ ഇടിഞ്ഞു വീണാലും ഞാൻ ജീവിക്കും, ഈ ബിൽഡിംഗ് മൂടാനുള്ള പണം എനിക്കുണ്ട് എന്ന് എന്നോട് വീമ്പിളക്കിയ ഒരാളുടെ അവസ്ഥയാണ് ഞാൻ പറയും. പുള്ളിക്ക് എന്നോട് ശത്രുതയായി. എനിക്കെതിരെ വ്യാപകമായി ഒക്കെ പറയുകയും ഒക്കെ ചെയ്തു. എനിക്കതേതോട് പരാതിയൊന്നുമില്ല, കാരണം ഞാൻ ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത്. അതിനിപ്പം പുള്ളിയെ സൂചിപ്പിച്ച് പുള്ളിയുടെ ഇരിക്കുന്ന പൈസയൊന്നും വാങ്ങി നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും അങ്ങേരുടെ വലിയ വില കൂടിയതൊന്നും സ്വീകരിക്കാൻ പോകാത്തത് കൊണ്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ടും നമ്മളത് വിട്ട്. പക്ഷേ അയാൾക്ക് ശത്രുതയുണ്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോയില്ലേ, പറയുമ്പോൾ ശത്രുതയുണ്ടായിട്ട് കാര്യമുണ്ടോ? കാര്യങ്ങൾ നോക്കിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗണപതിയെ തൊട്ട് കളിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഗണപതിയെ തൊടരുത്. ഗണപതി ശത്രു ഗണപതിയുണ്ട്, സിദ്ധി ഗണപതിയുണ്ട്, എത്ര ടൈപ്പ് ഗണപതിയുണ്ട്. അതിൽ ഗണപതിക്ക് അങ്ങോട്ട് കോപം വന്നാലുണ്ടല്ലോ ഒരു തന്ത്രശാസ്ത്രത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ 12 തവണ അങ്ങോട്ട് ജപിക്കുക. രാവിലെ എഴുന്നേറ്റ് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും വിഘ്നങ്ങളെ ഈശ്വരീയമാക്കുന്നവൻ വിഘ്നേശ്വരനെ നമ്മൾ ഭജിച്ചാൽ ഒരുപാട് മാറ്റം വരും. ഞാനിത് അനുഭവത്തിലൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മകേര നക്ഷത്രമാണ്. മകേരം നല്ല മനസ്സുണ്ട്, പക്ഷെ ചില നേരങ്ങളിൽ ഇത്രയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യർ, ചുമ്മാ ആൾക്കാരോട് ശത്രുത തോന്നുക, വെറുതെ ഒരുത്തനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ കുത്തി ഉണർത്തി അവൻ്റെ ശത്രുത ഉണ്ടാക്കുക, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് മറ്റുള്ളവർക്ക്. സ്വയവും അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ്. ഓണക്കാലം ഒന്ന് സന്തോഷമാക്കാൻ അങ്ങനെയുള്ള ചിന്തകൾ അങ്ങോട്ട് മാറ്റിവെക്കുക. രോഗങ്ങൾ എല്ലാ മനുഷ്യ ശരീരത്തിലും ഉണ്ട്. സ്വന്തം രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അഗ്നിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. തലമുടി, പെൺകുട്ടികളാണെങ്കിൽ തലമുടിയിൽ ദോഷം വരാതെ നോക്കണം. തലയ്ക്ക് പെരുപ്പുണ്ടാകുക, കാൽമുട്ടുകൾക്ക് കുഴപ്പമുണ്ടാകുക, ഉദരരോഗം വരിക,
ഉദരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരിക, ഇതെല്ലാം ഒന്നും ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഓണക്കാലം കഴിഞ്ഞു പോകാം. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഞാൻ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നില്ല. എല്ലാ നക്ഷത്രങ്ങളും ഓണം കഴിഞ്ഞിട്ട് 2-ാം തീയതി മുതൽ 10 ദിവസം ഇല്ല. ദുബായിലും അബുദാബിയിലൊക്കെ യാത്രയാണ്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. 10 ദിവസം പ്രോഗ്രാം കാണത്തില്ല. ഉള്ളതൊക്കെ നാം ചെയ്യാം. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഇതുപോലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തരാനും ആ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ആപത്തുകളിൽ പെടാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.